Maiva Silks, Kasargod, Kanyanad, Mangalore. ഡെലിവറി ബോയിയായി അഹിന്ദുവായ യുവാവിനെ അയച്ചതിന്റെ പേരിൽ ഓർഡർ ചെയ്ത ഭക്ഷണം മടക്കി അയച്ച യുവാവിന് മറുപടിയുമായി സൊമാറ്റോ. അമിത് ശുക്ല എന്ന യുവാവാണ് ഡെലിവറി ബോയിയായി അഹിന്ദുവായ യുവാവിനെ അയച്ചതിന്റെ പേരിൽ ഓർഡർ ചെയ്ത ഭക്ഷണം മടക്കി അയച്ചത്. ഇയാൾക്കെതിരെ സൊമാറ്റോ തന്നെ പിന്നീട് രംഗത്ത് വരികയായിരുന്നു. സൊമാറ്റോക്കെതിരെ അമിത് ശുക്ല പോസ്റ്റ് ചെയ്ത ട്വീറ്റിനെ റീട്വീറ്റ് ചെയ്തുകൊണ്ടാണ് സൊമാറ്റോ മറുപടി നൽകിയത്. ഭക്ഷണത്തിന് മതമില്ല, അത് തന്നെ ഒരു മതമാണ് എന്നാണ് സൊമാറ്റോ ട്വീറ്റ് ചെയ്തത്. സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത ഭക്ഷണം ഡെലിവർ ചെയ്യാൻ എത്തിയത് ഒരു അഹിന്ദു ആയതിനാൽ ഓർഡർ ക്യാൻസൽ ചെയ്തു. ഡെലിവറി ബോയിയെ മാറ്റാനാവില്ല എന്നാണ് അവർ പറഞ്ഞത്. ക്യാൻസൽ ചെയ്യാത്തതുകൊണ്ട് റീഫണ്ട് നടക്കില്ല എന്നും അവർ പറയുന്നു. ഡെലിവറി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കാൻ നിങ്ങൾക്കാവില്ല. എനിക്ക് ഈ ഭക്ഷണം ആവശ്യമില്ല. ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണ്. റീഫണ്ടും വേണ്ട എന്നായിരുന്നു ഇയാൾ ട്വിറ്ററിൽ കുറിച്ചത്. നമോ സർക്കാർ എന്നായിരുന്നു ഇയാളുടെ ട്വിറ്റർ ബയോ. എന്നാൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ അമിതിന് മറുപടിയുമായി സൊമാറ്റോ രംഗത്തെത്തി. ഭക്ഷണത്തിന് മതമില്ല, അത് തന്നെ ഒരു മതമാണ് എന്നായിരുന്നു അമിതിന്റെ ട്വീറ്റ് റീട്വീറ്റ് ചെയ്തുകൊണ്ട് സൊമാറ്റോ ട്വിറ്ററിൽ കുറിച്ചത്. ഇതോടെ സൊമാറ്റോയുടെ നിലപാടിനെ അഭിനന്ദിച്ച് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തുകയും ചെയ്തു. ഇത്തരക്കാരുടെ വർഗീയ നിലപാടിനെതിരെ പ്രതികരിച്ച സൊമാറ്റോയ്ക്ക് നന്ദി എന്നായിരുന്നു ഒരാൾ ട്വിറ്ററിൽ കുറിച്ചത്. ഇയാളെ പോലെയുള്ള ഉപഭോക്താക്കളെ നിങ്ങൾ എന്നേക്കുമായി ബ്ലോക്ക് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവർ ഒരു പാഠം പഠിക്കട്ടെ. ഭക്ഷണപ്രേമികൾക്കിടയിൽ മതപരമായ വിദ്വേഷം വളർത്തുന്നവർക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല എന്നും ട്വിറ്ററിൽ ചിലർ കുറിച്ചു. എന്റെ അടുത്ത 5 ഓർഡറും സൊമാറ്റോയ്ക്കാണ് എന്നും ധീരമായ നിലപാടിനെ അഭിനന്ദിക്കുന്നു എന്നുമാണ് മറ്റു ചിലർ ട്വിറ്ററിൽ കുറിച്ചത്. നന്ദി സൊമാറ്റോ. ഇത്തരം വിഡ്ഢികൾക്ക് വഴങ്ങുന്നത് അവരെ കൂടുതൽ ശക്തരാക്കാനേ ഉപകരിക്കൂ എന്നായിരുന്നു മറ്റൊരു പ്രതികരണം. നിങ്ങളുടെ ആപ്പ് ഉപയോഗിക്കുന്നതിൽ നിന്നും ഇയാളെ വിലക്കേണ്ടതുണ്ട്. സ്വിഗ്ഗിയും ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. യഥാർത്ഥ ഇന്ത്യക്കാർ എന്താണെന്ന് ഇയാളെ പോലെയുള്ളവർ അറിയണമെന്നായിരുന്നു മറ്റൊരു പ്രതികരണം. ഇത് 2019 ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ എന്നായിരുന്നു മറ്റൊരാളുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.